BJP സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെക്കണമോ വേണ്ടയോ എന്ന് അങ്ങ് ദൂരെ ഇരിക്കുന്ന കേന്ദ്ര നേതൃത്വത്തിന് വിട്ടുകൊടുത്ത് ഇങ്ങ് വേദനയോടെ കാത്തിരിക്കുകയാണ് കെ സുരൻജി. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞേ പിന്നെ നേരെ ചൊവ്വെ ഒന്ന് ഉറങ്ങാൻ പറ്റിയിട്ടില്ലെന്നാണ് സുരൻജി പറയുന്നത്. ഒന്ന് കണ്ണടച്ചാൽ സുരേന്ദ്രനും സംഘവും രാജിവെച്ചു പുറത്തു പോവുകയാണ് വേണ്ടത്. ഒരല്പം നാണമുണ്ടെങ്കിൽ, ഒരല്പം ഉളുപ്പുണ്ടെങ്കിൽ. ആ വാക്കുകൾ കേട്ടാണ് ഇപ്പൊ ഞെട്ടി ഉണരുന്നത്. വേലി ചാടിയ വാര്യർ മുൻപ് പാർട്ടിയിൽ ഉണ്ടായിരുന്നപ്പോഴേ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് മാത്രമായിരുന്നു. കൈപ്പാർട്ടി കൈകൊടുത്ത് അങ്ങോട്ടേക്ക് വലിച്ചു കയറ്റിയ പിന്നെ ഇപ്പൊ പറയുകയും വേണ്ട. പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്തൊക്കെ തള്ളുകളായിരുന്നു ഞാൻ തള്ളിക്കൊണ്ടിരുന്നത്. ഒന്നും വേണ്ടായിരുന്നു. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പരാജയം മണക്കുന്നു. UDF തകർന്ന കരിപ്പണമാകും. ഇനി പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? പിടിവിട്ട ആയുധവും വാവിട്ട വാക്കും തിരിച്ചു പിടിക്കാൻ പറ്റില്ലെന്നാണല്ലോ പഴമൊഴി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഗോപിയണ്ണൻ ജയിച്ചതിന്റെ അഹങ്കാരത്തിൽ നിന്ന് കിട്ടിയ ആവേശത്തിന് തട്ടിവിട്ടതാണ്. ഇതിങ്ങനെ വലിയ കുരുവായി മാറുമെന്ന് ആരെങ്കിലും അറിഞ്ഞ കയ്യിന്ന് അരിവാളിലേക്കെടുത്ത് ചാടി മുറിഞ്ഞ് പരിക്കേറ്റ് കിടക്കണ ഡോക്ടർ സരിൻ പോലും ഇപ്പൊ സമാധാനത്തോടെ കിടന്ന് ഉറങ്ങണമെന്നാണ് കേട്ടത്. ഗോപിയണ്ണൻ ജയിച്ചത് എന്റെ മാത്രം കഴിവല്ല, ആംബുലൻസും പൂരവും ഗോപിയണ്ണന്റെ ചില നമ്പറുകളുമാണെന്ന് അരിയാഹാരം കഴിക്കണ ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? അങ്ങ് കേന്ദ്രത്തിലിരിക്കണവര് അരിക്ക് പകരം കൂടുതലും ചപ്പാത്തിയാണ് കഴിക്കുന്നത് കൊണ്ട് അവരെയൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ എളുപ്പം പറ്റും. അതുപോലെയാണോ ഇവിടെ കേരളത്തിലുള്ള ജനങ്ങൾ? അത് നമ്മുടെ പാർട്ടിക്കാരൻ. ഇതിപ്പോ പറയണ കേട്ടാത്തോന്നും പാലക്കാട് C. കൃഷ്ണകുമാറിനെ തോൽപ്പിച്ചത് ഞാൻ മാത്രമാണ്. ആ സ്ത്രീയെ കുറിച്ച് പാവം അവരെ ഒരു നന്നായി പ്രവർത്തിച്ചാണ്. അവിടെ ആവശ്യമില്ലാതെ അവരെ നിങ്ങൾ ഇനി വീണ്ടും വലിച്ചെടുക്കും. അന്ന് ഗോപിയണ്ണനെങ്ങാനും തോറ്റിരുന്നെങ്കിൽ എന്റെ അധ്യക്ഷ സ്ഥാനം ഇപ്പോൾ ഒഴിയണമോ അതല്ല കാലാവധി തികയ്ക്കണോ എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ അന്തിമമായ തീരുമാനമെടുക്കുന്നത് പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വമാണ്. ഈ സീറ്റിൽ ഇവിടെ ഇരുന്ന് ഇങ്ങനെ പറയാൻ ഞാൻ കാണില്ലായിരുന്നു.